മേപ്പാടി പഞ്ചായത്ത് തൃക്കൈപ്പറ്റ വില്ലേജിലെ വെള്ളിത്തോട് പ്രദേശത്തെ തോട്ടഭൂമിക്ക് സെന്റിന് കൂടിയ വില 65,000 രൂപ. എന്നാൽ പുനരധിവാസ പദ്ധതിക്കായി മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് സെന്റിന് 1,20,000-ലധികം പണം മുടക്കി. 11 ഏക്കർ ഭൂമിയുടെ യഥാർത്ഥ വിലയേക്കാൾ മുസ്ലിം ലീഗിന് ചെലവായത് 6 കോടിയോളം രൂപ. പുനരധിവാസ പദ്ധതിക്കായി കുറഞ്ഞ വിലയ്ക്ക് നേരത്തെ മുസ്ലിം ലീഗ് ഭൂമി കണ്ടെത്തിയിരുന്നു. പക്ഷേ അത് തോട്ടഭൂമിയാണെന്ന് ചില നിയമോപദേശം ലഭിച്ചതോടെ ഉപേക്ഷിച്ചു. പിന്നീടാണ് ഇപ്പോൾ വിവാദമായ ഭൂമി കൂടിയ വില കൊടുത്ത് വാങ്ങിയത്. മുസ്ലിം ലീഗിനെ അവരുടെ ലീഗൽ അഡ്വൈസർ സത്യത്തിൽ വഞ്ചിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉയർന്നു വന്ന ഭൂമി വിവാദത്തിന്റെ ഏറ്റവും കാതലായ പ്രശ്നം എന്ന് പറയുന്നത് ആ ലീഗൽ അഡ്വൈസർ വന്ന എല്ലാ ഭൂമികളും തള്ളിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭൂമി വലിയ വിലക്ക് മുസ്ലിം ലീഗ് നേതൃത്വത്തെ കൊണ്ട് എടുപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. 11 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്തത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിലാണ്. ഇനി വീട് പണി പൂർത്തിയായ ശേഷം 8 സെന്റ് വീതം ഗുണഭോക്താക്കൾക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്ത് നൽകും. 2 തവണ രജിസ്ട്രേഷൻ നടത്തുന്നതിലൂടെ 2 കോടിയോളം രൂപ പാഴാവും. തിടുക്കപ്പെട്ട് സ്വാദിഖ് അലി തങ്ങളുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്തത് എന്തിനെന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നു. ഇതേക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് ജനറൽ സെക്രട്ടറി PM A സലാം. അല്ല, അതിനൊക്കെ മറ്റു കാരണങ്ങളുണ്ട്. അതിനൊക്കെ ശരിയായ മാർഗങ്ങളും ദിശകളും ഉണ്ട്. അതിപ്പോൾ പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കും വീണ്ടും. അതുകൊണ്ട് ആ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വാങ്ങിയത് തോട്ടമല്ലെന്നും ജന്മം പട്ടയമുള്ള ഭൂമിയാണെന്നും അതിനാലാണ് കൂടുതൽ തുക നൽകേണ്ടി വന്നതെന്നുമാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം. നിയമോപദേശം സ്വീകരിച്ച ശേഷമാണ് ഭൂമി വാങ്ങിയതെന്നും തോട്ടഭൂമിയല്ലെന്ന് തെളിയിക്കാനുള്ള മുഴുവൻ രേഖകളും ഭൂവുടമ ലാൻഡ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുമെന്ന് മുസ്ലിം ലീഗ് വിശദീകരിക്കുന്നു. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.